ഹായ് കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു നാച്ചുറൽ ഏരിയ ആണ്. ഉരുൾ പൊട്ടാനൊന്നും സാധ്യത വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു ദീർഘവീക്ഷണം. കാരണം റബ്ബർ സ്റ്റേറ്റുകളൊക്കെയാണ് കൂടുതലും. അപ്പോൾ നമുക്ക് വിഷയത്തോട്ട് വരാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സച്ചിൻ രേവതിയോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാലോ, CCTV ഫോട്ടേജ് രേവതി മുന്നേ കണ്ടിട്ടുണ്ട്, കൂടെ നമ്മുടെ ശ്രീകാന്തും. അത് പുള്ളിക്കാരൻ അറിഞ്ഞു. സച്ചി കാറെടുത്ത് പാഞ്ഞ് വീട്ടിൽ പോയി ചന്ദ്രമതിയോട് ചോദിക്കണം, എവിടെ രേവതി? അപ്പോൾ ചന്ദ്രമതി, നിൻ്റെ ഭാര്യ എൻ്റെ മടിയിലാണ് ഇരിക്കണത്, പോയി അന്വേഷിക്കടാ. അപ്പോൾ സച്ചി നേരെ പോവാണ് അടുക്കളയിലേക്ക്. അടുക്കളയിൽ ശ്രുതിക്കുള്ള കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ ശ്രുതിയുടെ അണ്ണാക്കിലേക്ക് കാപ്പി വെച്ച് കൊടുക്കേണ്ട വരികയാണാവോ രേവതിക്ക്? മറ്റവനാണെങ്കിൽ പിന്നെ ഒരു പണിക്കും പോകണില്ല, പുതിയൊരു ജോലി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താവണോ മൂഞ്ചി വടി പിടിക്കുന്നത് തോന്നണത്. ആ ഷോറൂമും തവിടുപൊടി ആക്കും. അങ്ങനെ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി കയറി വരുന്നത്. സച്ചി വന്ന വശം തന്നെ കുപ്പിയും ഗ്ലാസും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് തല്ലി പൊട്ടിക്കുക. രേവതി നോക്കുമ്പോൾ ഈ ചങ്ങായിക്ക് എന്താ ഈ പറ്റിയത്? എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്താ പറ്റി? എന്താ നിങ്ങളുടെ നെറ്റിയിൽ ഒരു മുറിവ്? എൻ്റെ നെറ്റിയിൽ മുറിവ് എന്ത് തേങ്ങ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, അത് നീ എന്തിനാണ് അന്വേഷിക്കണത്? നീ കാരണമാണ് ഈ മുറിവ് വന്നത്. ഞാനെന്താ ചെയ്തത് നിനക്കറിയില്ലേ? CCTV ഫോട്ടേജ് നീ കണ്ടൂലേ? എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ച ആ ഫോട്ടേജ് നീയും ശ്രീകാന്തും കൂടി കണ്ടതല്ലേ? എന്നിട്ട് നീ അത് എന്നിൽ നിന്നും മറച്ചു വെച്ചു. നീ എന്നോട് ചെയ്യണത് ആൾക്കാർ സോറി കേട്ടോ, ക്ഷമിക്കണം കേട്ടോ, പെട്ടെന്നുള്ളതിൽ എല്ലാവരും മാപ്പാക്കുക. അതെ എൻ്റെ പൊന്നെ സുഹൃത്തുക്കളെ, ലൈവ് ഇവിടെ കാറ്റ് വീശുന്നുണ്ട്. ഞാൻ റിവ്യൂ പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് മുങ്ങാം. അയ്യോ നല്ല കാറ്റാ വീശുന്നു, ഞാൻ പോട്ടെ. അതെ, എന്തായാലും റിവ്യൂ മുഴിപ്പിച്ചിട്ട് പോവാല്ലേ? റിവ്യൂ മുഴിപ്പിക്കുന്നില്ല, ഞാൻ കുറച്ചങ്ങോട്ട് നീങ്ങാം. എന്താ ചെയ്യുക, ഒരു ചെമ്പനീർ പൂവിൻ്റെ റിവ്യൂ പറയാൻ കൂടി കാറ്റ് സമ്മതിക്കില്ല പറഞ്ഞാൽ ഭയങ്കര തന്നെ. അങ്ങനെ നമ്മുടെ സച്ചി പൊട്ടിത്തെറിക്കുകയാണ് ഭയങ്കരമായിട്ട്. രേവതി പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്യണ്ട, നിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി, നീ മനഃപൂർവ്വം അങ്ങനെ ചെയ്തല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. അപ്പോൾ രേവതി, ഞാൻ പറയണത് നിങ്ങളൊന്ന് ക്ഷമയോട് കൂടി കേൾക്കുക, ഒരു തേങ്ങ കേൾക്കണ്ട. നിൻ്റെ ഈ ഡയലോഗേ കുറേ ഞാൻ കേട്ടതാ. നീ എന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് ഞാൻ മുടിച്ചതാ. നീ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് വന്നോ ഞാൻ അന്ന് മുടിഞ്ഞു. കല്യാണം കൂടാൻ വന്ന ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയില്ലേ, അതോടുകൂടി മുടിഞ്ഞു എന്ന് പറഞ്ഞ് രേവതീനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ കേട്ടപ്പോൾ രേവതിക്ക് സൈ കെട്ട് രേവതി കരഞ്ഞുകൊണ്ട് തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ രവിയേട്ടൻ അങ്ങോട്ട് വരുന്നത്. രവിയേട്ടൻ വന്ന വശം ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ പ്രശ്നം? എന്താ ചന്ദ്ര, എന്താ അവിടെ അരച്ച? എന്താ ചന്ദ്ര എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ നിങ്ങളുടെ മരുമകളോട് ചോദിക്കും. മരുമകളാണ് ഇതിന് മുഴുവൻ പ്രശ്നം. അതെന്ത് ചെയ്ത്? സച്ചിയോടെ സച്ചി അച്ഛൻ്റെ വിളി കേട്ടതും സച്ചി പതുക്കെ വന്നു. സച്ചി വന്നിട്ട് പറയാണ്, എന്താ സച്ചി, എന്താ അവിടെ പ്രശ്നം? അപ്പോൾ സച്ചി, എന്താ പ്രശ്നം അച്ഛാ? എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ച കേസ് രേവതിക്കും അറിയാം, ശ്രീകാന്തിനും അറിയാം. ആ ഫോട്ടേജ് CCTVയിൽ നിന്നും ഡിലീറ്റഡ് ആയി പോയി. അത് ഇവൾക്ക് അറിയണതാണ്, മുന്നേ ഇവൾ കണ്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാൻ അല്ലെങ്കിൽ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്, ആകെ മൊത്തം കുത്തോളായിട്ടിരിക്കുകയാണെന്ന് അറിയാലോ. ഇവളറിഞ്ഞുകൊണ്ട് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ദേഷ്യപ്പെടുമ്പോൾ രേവതിയോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ശരിയാണോ? അച്ഛാ, ഞാൻ ഈ പറയണത് പുള്ളിക്കാരൻ കേൾക്കുന്നില്ല, പുള്ളിക്കാരനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ അതിനും മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാ. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ സ്വഭാവം വെച്ചിട്ട് അവിടെ മൊത്തം യുദ്ധക്കളാക്കും. ആകെ മൊത്തം ചിലപ്പോൾ ആളെ പോയിട്ട് തല്ലും, കേസാവും, അങ്ങനെ പല പുകിലുകളാവും. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്ന അച്ഛാന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, ഏട്ടത്തിനെ വെറുതെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയണത്? ഏട്ടത്തി ചേട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശം കൊടുക്കുന്നുണ്ട്. നീ എന്നെ ഉപദേശിക്കണ്ട, നീ ഇതിന് കാരണക്കാരൻ തന്നെ പറഞ്ഞിട്ട് ശ്രീകാന്തിനോടും പൊട്ടിത്തെറിക്കാണ്. അപ്പോൾ രവിയേട്ടൻ, സച്ചി നിർത്ത്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ രേവതി അങ്ങനെ ചെയ്തത്, എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അച്ഛനും ഇപ്പോൾ അവളുടെ കൂടെ സെറ്റായില്ലേ, എല്ലാവരും കണക്കാ. അപ്പോൾ കുറേ നേരമായിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് രേവതിയുടെ കുടുംബക്കാരെടുത്തിരുന്നു. അമ്മേനൊക്കെ എടുത്തിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രേവതിക്ക് സൈ ഇട്ട് രേവതി പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ കുറേ നേരമായി കുറ്റം പറയണേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ എൻ്റെ കുടുംബക്കാരെയും എൻ്റെ അമ്മേനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല പറഞ്ഞു. നീ എന്താ ചെയ്യുക? ഇവിടെ നാവ് കണ്ടില്ല അച്ഛാ, നീ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് ഓങ്ങാണ്. കൈ ഓങ്ങനോട് കൂടിയിട്ട്
നമ്മുടെ രേവതിയുടെ അമ്മയും പെങ്ങളും സ്റ്റേക്കേഴ്സ് കയറി വരിക. അത് കണ്ടു ഇവരിത് കേട്ട് നിൽക്കാന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി. അപ്പോൾ സച്ചി മോനെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അടിക്കാണ്ട് ഇങ്ങനെ കൈയോടെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ മോനെ, അപ്പോൾ നല്ല പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ലാസ്റ്റ് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി എല്ലാം കണക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ ശ്രീകാന്ത് ഏട്ടത്തി വിഷമിക്കേണ്ട, ആള് അപ്പത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറയണതാണ്, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദേഷ്യമൊക്കെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ്. രേവതി ആവട്ടെ പൊട്ടിക്കരയാണ് കിച്ചണിൽ പോയിട്ട്. ഈ സമയം ശ്രീകാന്തും നമ്മുടെ ശ്രീതുവും കൂടിയിട്ട് അവിടെ സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട്. ചന്ദ്രമതി വന്നിട്ട് ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താണ് നിനക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകണ്ടേ? അമ്മ ഒന്ന് സമാധാനത്തിൽ പറയേ, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരാണ്. ഇവർ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഏട്ടൻ അങ്ങനെ പറഞ്ഞതിൽ ഒന്നും വിഷമമൊന്നും വിചാരിക്കരുതെന്ന് പറയുകയാണ് ശ്രീകാന്ത് ശ്രീദേവി എടുത്ത്. അപ്പോൾ ശ്രീവിദ്യ പറയുന്നുണ്ട് ശ്രീദേവി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ഏട്ടത്തിയോ എൻ്റെ ചേച്ചിയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ എനിക്കത് സഹിച്ചില്ല, എനിക്ക് ഭയങ്കര വിഷമമായെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോഴാണ് ചന്ദ്രമതി അവിടെ വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടത്. അങ്ങനെ നമ്മുടെ ശ്രീദേവി പോയിട്ട് രേവതിനെ സമാധാനിപ്പിക്കുകയാണ്. വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ രേവതിയുടെ അമ്മയും അനിയത്തിയും അവർ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് രേവതിയുടെ അമ്മ അങ്ങനെ ഭർത്താവിൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് പൊട്ടിക്കരയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കൾ. അപ്പം മറ്റേ മകൻ വന്നിട്ട് പറയണം, അമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? മോനെ, നിങ്ങളുടെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താവും, എത്രമാത്രം മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും ഞാൻ ആലോചിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ദൈവം കൊണ്ടുപോയി. നമ്മൾ ഈ സങ്കടങ്ങൾ കണ്ട് ഇവിടെ ഇരിക്കാനുള്ള യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ ഇങ്ങനെ സങ്കടങ്ങൾ പറയുകയാണ്. അപ്പം അമ്മ വിഷമിക്കണ്ട, ആ ചേട്ടൻ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല, ആള് നല്ല മനുഷ്യനാണ്, എനിക്ക് ടൂർ പോകാനൊക്കെ ഉള്ള കാശ് ആളെ തന്നെന്ന് പറയുമ്പോൾ ശ്രീതു നിനക്ക് ടൂർ പോകാനുള്ള കാശ് ഒന്നുകൊണ്ടാണോ നിനക്ക് ഇത്രയും മാത്രം ആളെ പൊക്കി പറയണത്? അതുകൊണ്ടൊന്നുമല്ല, ആൾ നല്ല മനുഷ്യനാണ്, ഇത്തിരി മുൻദേഷ്യം കൂടുതലുണ്ടെന്നുള്ളൂ, അത് വെച്ച് കഴിഞ്ഞാൽ ആളൊരു പാവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, അത് ഞാൻ പ്രശ്നം കൂടുതലുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് മറ്റേ ഗജാനന്ദനെ തല്ലാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുക. പിന്നെ ഒരു കൂട്ടുകാരനുണ്ട്, ആ കൂട്ടുകാരൻ നല്ല കൊട്ടേഷൻ ടീമൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവനോട് പറഞ്ഞാൽ മതി ഗജാനന്ദൻ്റെ പരിപാടി അങ്ങോട്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയണം. മോനെ, നീ ഇതിനൊന്നും നിൽക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്കിയിട്ട് മിണ്ടാതിരുന്നോ, വെറുതെ പൊല്ലാപ്പനെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഉപദേശിക്കുകയാണ്. അങ്ങനെ തടഞ്ഞു നിർത്തുന്നതായിട്ടാണ് ഇന്നത്തെ ഇത് കണ്ടത്. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്നും ഒരു ഹോട്ട്സ്റ്റാറിലൊന്നും കണ്ടത് നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞത്, നിങ്ങൾ ഒരു 5 പേരെ കാണുള്ളൂ എന്നറിയാം, മുഴുവനായിട്ട് കാണില്ല എന്നറിയാം. ഞാനീ പറഞ്ഞതൊക്കെ മണ്ടത്തരാന്ന് പറയാം, കുറേയൊക്കെ തെറ്റിയും കുറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലൊക്കെ ഇത് കാണുന്നവരുണ്ട്, എൻ്റെ മണ്ടത്തരം കേട്ട് ആരെങ്കിലും അവസാനം വരെ കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ഇടുക, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളെ ഈ സീരിയൽ കാണുന്ന കുറേ ആളുകളുണ്ടാവുമല്ലോ, അമ്മമാരും പെങ്ങന്മാരും, അവരെ വല്ല സീരിയലിൻ്റെ ഗ്രൂപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് തട്ടുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 8 മിനിറ്റ് ആയില്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് 8 മിനിറ്റൊക്കെ റിവ്യൂ പറയണം. 8 മിനിറ്റൊക്കെ ആര് കാണാനത് ഇതാ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും, എല്ലാ ഫാമിലി, എല്ലാ അമ്മമാരും പെങ്ങന്മാരും എല്ലാവരും സേഫായിട്ടിരിക്കുക. വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് താർന്നിട്ടാണ് നമ്മൾ ഓരോ ദിവസം ഇരിക്കുന്നത്. മനുഷ്യന്മാരാണ്, ഏത് നിമിഷവും നമ്മൾ മരണപ്പെടും. എന്നാലും പ്രകൃതിയുടെ ഒരു കടന്നുകയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യർ താമസിക്കേണ്ട സ്ഥലത്ത് മൃഗങ്ങൾ വരുന്നു, മൃഗങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്ത് മനുഷ്യരിയ്ക്കുന്നു. അതായത് വന്യ മൃഗങ്ങൾ താമസിക്കുന്ന കാട്ടിലാണ് വന്യമൃഗങ്ങൾ താമസിക്കുക. പക്ഷേ അവരിപ്പോൾ നാട്ടിലേക്ക് വന്നു തുടങ്ങിയില്ലേ, പുലികളും കടുവയും ഒക്കെ നാട്ടിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നും കിട്ടണില്ല, വെള്ളമില്ല. ആകെ മൊത്തം അവറ്റകൾ വയ്യാണ്ടാവുമ്പോൾ വെള്ളം തേടിയിട്ട് വരികയാണ്, ഭക്ഷണം തേടിയിട്ട് വരികയാണ് നാട്ടിൻപുറത്തേക്ക്. അതുങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ സർക്കാർ ഈ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. അല്ല കാട്ടിലൊക്കെ വലിയൊരു കുളവും കാര്യങ്ങളൊക്കെ കുത്തി അവർക്കൊക്കെ വെള്ളം കുടിക്കണം. വേനൽക്കാലത്ത് വല്ല വെള്ളം കൊടുക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിരുന്നെങ്കിൽ വേനൽക്കാലത്ത് അവർ വരില്ല. ഈ വേനൽക്കാലത്ത് വന്ന് ടേസ്റ്റ് മനസ്സിലാക്കിയ മൃഗങ്ങളാണ് ഈ മഴക്കാല സമയങ്ങളിൽ ഇറങ്ങുന്നത്. അതുങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. അതേപോലെ കാട്ടിൽ പോയിട്ട് ഉരുൾ പൊട്ടുന്ന മേഖലകളിൽ പോയിട്ട് വീട് വയ്ക്കുക, 10 നില കയറ്റുക, 2 നില കയറ്റുക, വലിയ പണക്കാരുടെ മെയിൻറ്റ് കാണിക്കുക. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ യേശുദാസൻ പറഞ്ഞ മാതിരി 2000 കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകാവസാനം തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു ദുരന്തം അനുഭവിച്ച, ദുരന്തത്തിൽ പെട്ട ആളുകൾക്കൊക്കെ നിത്യശാന്തി നേരുന്നു. പ്രാർത്ഥിക്കുന്നു, ഉള്ളി തട്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക, ആരെയും കുറ്റം പറയാതിരിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ.
ഇതൊന്നും ഞാനീ പറയണമെന്ന് ആരും കേൾക്കില്ല എന്നറിയാം, വെറുതെ കടന്നോട്ടെ വെച്ചിട്ട് പറയണതാ. ഓക്കെ, നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ സമയത്തേക്ക് ഒരു കോൾ വന്നു, അപ്പോൾ ആ വീഡിയോ കട്ടായി പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമതെടുത്ത വീഡിയോ ഇത്. ഓക്കെ, അപ്പോൾ ടാറ്റ, ഒരു ലൈക്ക് അടിക്കട്ടോ.